യൂട്യൂബിൽ നിങ്ങൾ ചിക്കൻ കറി കപ്പയും മീൻകറിയും വെച്ചു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മൈ ഫാമിലി. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും 4 മക്കളാണുള്ളത്. അവരെല്ലാവരും കല്യാണം കഴിച്ച് അവർക്കും കുട്ടികളായി, അവർ കല്യാണം കഴിച്ച് അവർക്കും കുട്ടികളായി. ഒരു 4-5 ജനറേഷനുള്ള ആൾക്കാർ ഇപ്പം തന്നെ എൻ്റെ കുടുംബത്തുണ്ട്. ഞാൻ താമസിക്കുന്ന വീട് കുടുംബ വീടായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അതിലെല്ലാവരും ഒന്നും ഇല്ലെങ്കിലും ഇച്ചിരി പേരായിട്ട് വന്ന് ഇതുപോലൊരു സംഗമം നടത്താറുണ്ട്. അങ്ങനെയായിരുന്നു 2 ദിവസം മുന്നേ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഫുള്ള് ജോളിയായിട്ട് അടിച്ചു പൊളിച്ചത്. ഈ വീഡിയോ ഇട്ടപ്പോഴേ ലിജിയപ്പ് വിളിച്ചിട്ട് ചോദിച്ചതാ, യൂട്യൂബിൽ നിങ്ങൾ വൈറലായി, നിങ്ങള് നമ്മളെയൊക്കെ അറിയാവോന്ന്. ലിസ്റ്റ് പറ, മെനു പറ. മെനു ചിക്കൻ കറി, ഒച്ചത്തി പറ. ചിക്കൻ കറി, മീൻകറി, മോരുകറി, പയറ്, കറച്ചി. ഇളക്കണം. ഇളക്ക്. ഇത് പറയണം. അതെന്തുവാ? ഇതിനെന്ത് പറയണം? ഇതിനെന്തോ പറയുന്ന? കപ്പ. അല്ല, മരച്ചീനി എന്ന് പറയും. കപ്പ മീൻകറി. കപ്പ മീൻകറി. പിന്നെന്തുവാ? ഇനി ചിക്കൻ. എവിടെ? ചിക്കൻ പുറത്താ, അവിടെ പോയത്. മാറി ഇരുന്നോളും. പിന്നെ ഞാനെന്തോ ചെയ്യണം? ഇവിടെ ചിക്കൻ കറി അടുപ്പിരിക്കുന്നു. ചിക്കൻ കറി ഇല്ല, അടുപ്പിരിക്കുന്നു. നോക്കിട്ട് കൊള്ളാമോ? പിന്നെ അടിവൈ ആരാ മീൻകറി വെച്ചേ? ഞാനാ വെച്ച. ആണോ? എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. സ്വന്തമായിട്ട് അടിപൊളിയാണ്. നിനക്കൊക്കെ അങ്ങനെ തോന്നുന്നു. ബോധം വേണം, ബോധം. തിന്നാൻ മാത്രം പോലെ. ഇതേത് പാത്രം? റസനാമ്മയുടെ പാത്രം, റസനാമ്മയുടെ ചട്ടി. നമ്മളെ ചട്ടിയിൽ ഇത്രയും കൊള്ളത്തില്ല. നമുക്ക് ചെറിയ ചട്ടി, വലിയ ചട്ടി ഇല്ലായിരുന്നു. സത്യസന്ധമായ അഭിപ്രായം പറയണം. കറക്റ്റാന്നല്ല, കറക്റ്റ്. കറക്റ്റാന്ന് കറക്റ്റാ. പിന്നെ അതിനിടയ്ക്ക് ക്ലാസ്സാ. കറക്റ്റാ, കറക്റ്റ് പോരാ. അത് ദുബായ് പന്റെ പരിഷ്കാരം. അവിടെ ഇംഗ്ലീഷ് അറബിക് ഒക്കെ ഉള്ള സംസാരിക്കൂ. പൊട്ടറ്റോ കറി, പൊട്ടറ്റോ കറി, കടലക്കറി, ചപ്പാത്തി കറി. ആരാണ്? അച്ഛനോടല്ലേ പറഞ്ഞ? കപ്പയുണ്ട്, മീൻകറിയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, ചോറുണ്ട്, മോരുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, കിളിമീൻ വറുത്തതുണ്ട്. നിനക്ക് എന്നാ വേണം? കുഞ്ഞു അതെ. ഇതിലെന്തെങ്കിലും സീക്രട്ട് റെസിപ്പി ഉണ്ടോ? പുറത്ത് പറ, നല്ല തിന്നാൻ പറ്റത്തുള്ളൂ. മരണത്തിലേക്കുള്ള ഞാനെന്തു ചെയ്ത് ഈ മണ്ണിൽ, നീ എന്തു ഈ മണ്ണിൽ, കോൺസെൻട്രേഷൻ കളയരുത്. വളർന്നു വരുന്നൊരു കലാകാരിയാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പാടെ പിറവിക്ക് ശേഷവും ഓരോ നിമിഷവും കുളിരു കൂരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാര്. ഞാനെങ്ങനെയാ ഇത്ര എക്സ്ട്രോവേർട്ടായിട്ട് എല്ലാവരോടും പെരുമാറുന്നതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഇത് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് എവിടെ നിന്നാണെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലേ? കുടുംബത്തൊരു പരിപാടി ഇങ്ങനെ വന്നാൽ പിന്നെ പറയണ്ട, 2-3 ദിവസത്തേക്ക് ഒരു ഉത്സവം തന്നെയായിരിക്കും.
ഓരോ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഞങ്ങൾക്ക് പിള്ളേർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇങ്ങനെ തരുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു മടിയില്ലാത്ത എക്സ്ട്രോവേർട്സ് ആയത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ആര്യ.